സുപ്രീംകോടതി ഇന്ന് കോൺഗ്രസ് എംപി ഇമ്രാൻ പ്രതാപ് ഖഡിയുടെ ഹർജിയിൽ ഗുജറാത്ത് പോലീസ് ഇട്ട ഒരു എഫ്ഐആർ റദ്ദാക്കിക്കൊണ്ട് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഏവരെയും ഓർമ്മിപ്പിച്ചിരുന്നു. ഭരണഘടന ഉറപ്പാക്കുന്ന ജനാധിപത്യത്തിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രാജ്യത്തെ പരമോന്നത നീതിപീഠം ക്ലാസ് എടുത്തെന്ന് തന്നെ പറയാം. രാജ്യമെമ്പാടും മോദി സർക്കാർ രാജ്യദ്രോഹ കേസിൽ കുടുക്കി ആളുകളെ ജയിലിലാക്കുന്ന പ്രവണത വർദ്ധിച്ചപ്പോഴാണ് 2022 ഇനി സെഡിഷൻ ലോ ഉപയോഗിച്ച്, അതായത് ദേശദ്രോഹം ചുമത്തി ആരെയും വിചാരണ ചെയ്യേണ്ടതില്ലെന്ന് സുപ്രീംകോടതി പറയുകയും കൊളോണിയൽ കാലത്ത് തുടങ്ങിയ 124A റദ്ദാക്കുകയും ചെയ്തത്. അതായത് രാജ്യം ഭരിക്കുന്നവരെയും പാർട്ടിയെയും കുറിച്ച് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അത് രാജ്യദ്രോഹമാകില്ലെന്ന താക്കീതായിരുന്നു സുപ്രീംകോടതിയുടെ ആ നീക്കം. കൊളോണിയൽ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങുന്നവരുടെ പ്രസംഗവും എഴുത്തും ലഘുലേഖയും തടയുന്നതിനായി ബ്രിട്ടീഷുകാരും രാജ്ഞിയും ഉപയോഗിച്ചതായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A. അതായത് തങ്ങൾക്കെതിരെ നാവാടുന്നവരുടെ ശബ്ദമുയരാതിരിക്കാൻ ചമച്ച വകുപ്പ്. പിൽക്കാലത്ത്, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രാജ്യദ്രോഹ നിയമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയും ഇതിന്റെ ദുരുപയോഗത്തിന്റെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തു. കേദാർനാഥ് VS സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന 1962 കേസിൽ 5 അംഗ ബെഞ്ച് ഈ വ്യവസ്ഥ ശരിവെക്കുകയും സർക്കാർ ഈ വകുപ്പ് പുനരാലോചിക്കുന്നതുവരെ 124A വകുപ്പ് താൽക്കാലികമായി നിലനിർത്തിക്കൊണ്ട് വിധിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് വന്ന സർക്കാരുകൾ രാജ്യദ്രോഹ കേസുകൾ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം 124A മോദിക്കും ഭരണത്തിനുമെതിരെ പറയുന്ന എല്ലാവർക്കുമെതിരെ എടുത്തുപയോഗിക്കുകയും അത് വ്യാപകമായി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ഇതുപോലൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനാലാണ് 2022 സർക്കാർ ഈ വകുപ്പ് ഇനിയെടുത്ത് പ്രയോഗിക്കേണ്ടെന്ന നിലപാടിൽ കോടതി അത് റദ്ദു ചെയ്യുകയും 2023 സെപ്റ്റംബറിൽ രാജ്യദ്രോഹ നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ സുപ്രീം കോടതി കുറഞ്ഞത് 5 ജഡ്ജിമാരുടെ ഒരു വലിയ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തത്. പുനഃപരിശോധനാ കാലയളവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലുള്ളതാണെന്നും ഈ നിയമം നിലവിലെ കാലഘട്ടത്തിൽ ഈ നിയമം അനുയോജ്യമല്ലെന്നും നിയമത്തെ വിലയിരുത്തുന്ന പ്രക്രിയയിലാണ് തങ്ങളെന്നും മോദി സർക്കാർ തുറന്നു സമ്മതിച്ചു. പിന്നീട് 2023 കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത പുതിയ ബിൽ അവതരിപ്പിക്കവേ ആഭ്യന്തരമന്ത്രി പഴയ കർക്കശമായ രാജ്യദ്രോഹ നിയമം റദ്ദാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പഴയ 124A പകരം വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ ആക്ട് 150 ചില കാര്യങ്ങളിൽ കൃത്യമായ മാറ്റം വരുത്തിയത് സുപ്രീം കോടതിയും പ്രതിപക്ഷവും കണ്ണു തുറന്ന് ഇരിക്കുകയാണെന്ന് കൊണ്ടാണ്. IPCയുടെ 124A വകുപ്പ് സർക്കാരിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അവജ്ഞ ഉണ്ടാക്കുകയും അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇതാണ് മോദി സർക്കാർ തങ്ങളുടെ ഭരണകാലയളവിൽ കൂടുതൽ ആളുകളുടെ ശബ്ദം അടിച്ചമർത്താൻ ഉപയോഗിച്ചത്. BNSൽ ഈ വാക്കുകൾ ഒഴിവാക്കാൻ BJP നിർബന്ധിതരായി. പകരം ആരെങ്കിലും മനഃപൂർവ്വമോ അറിഞ്ഞോ വാക്കുകളിലൂടെയോ എഴുതിയോ പറഞ്ഞോ അടയാളങ്ങളിലൂടെയോ ദൃശ്യ പ്രതിനിധാനത്തിലൂടെയോ ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെയോ സാമ്പത്തിക മാർഗങ്ങളുടെ ഉപയോഗത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ വിഘടനം അല്ലെങ്കിൽ സായുധ കലാപം അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയോ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയെയോ അപകടപ്പെടുത്തുകയോ ചെയ്താൽ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തിയിൽ സഹായകരമാകുന്ന തരത്തിൽ ഏർപ്പെടുകയോ ചെയ്യുകയോ ചെയ്താൽ ജീവപര്യന്തം തടവോ 7 വർഷം വരെ തടവോ ശിക്ഷിക്കപ്പെടാം. കൂടാതെ പിഴയും ലഭിക്കുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഈ തരത്തിലേക്ക് നിയമം പുതിയ രീതിയിൽ മാറ്റി എഴുതി. രാജ്യദ്രോഹം എന്ന വാക്ക് ഒഴിവാക്കിയെന്നോ ഒഴിവാക്കേണ്ടി വന്നെന്നോ പറയാം. അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നതായി ആക്ട് 150ന്റെ കാതൽ. ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് എത്തിയതിന് പിന്നിൽ സുപ്രീം കോടതിയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടായി എന്നത് വസ്തുതയാണ്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് എംപി ഇമ്രാൻ പ്രതാപ് ഖഡിയുടെ ഹർജിയിൽ ഗുജറാത്ത് പോലീസ് ഇട്ട ഒരു എഫ്ഐആർ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഊന്നിപ്പറയുന്ന കാര്യങ്ങൾ ജനാധിപത്യ വിശ്വാസികളിൽ ഈ കെട്ടകാലത്ത് പ്രതീക്ഷയാകുന്നത്. ഒരാൾ പറയുന്നത് തനിക്ക് ഇഷ്ടമായില്ലെന്ന കാരണത്താൽ അയാളുടെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം റദ്ദു ചെയ്യാനാവില്ലെന്ന്, അതായത് വിമർശനങ്ങൾ ഉണ്ടായാൽ ഉടനെ ഒരാളെ പിടിച്ച് അകത്തിടാനാവില്ല ഒരു സർക്കാരിനും എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. ആർട്ടിക്കിൾ 19 സെക്ഷൻ 1 പ്രകാരമുള്ള അവകാശങ്ങളെ ആർട്ടിക്കിൾ 19 സെക്ഷൻ 2 ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കരുതെന്ന താക്കീതും സുപ്രീം കോടതി നൽകുന്നുണ്ട്. അതാണ് ഇവിടെ പ്രസക്തം. രാജ്യദ്രോഹം പോലെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിന് ദുരുപയോഗിക്കാനാകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 19 സെക്ഷൻ 2. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, മാന്യത, ധാർമ്മികത, മറ്റ് അസാധാരണ സാഹചര്യങ്ങൾ എന്നിവ മുൻനിർത്തി ആർട്ടിക്കിൾ 19(1)A പ്രകാരം ഉറപ്പു നൽകുന്ന സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അവശ്യഘട്ടങ്ങളിൽ സർക്കാരിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അനുവദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 സെക്ഷൻ 2. ഇത് തോന്നിയ പോലെ എടുത്ത് ഉപയോഗിക്കരുതെന്നാണ് ഗുജറാത്ത് പോലീസിന്റെ കോൺഗ്രസ് എംപിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കിയതിലൂടെ സുപ്രീം കോടതി പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച എ ക്യൂൻ കെ പ്യാസെ ബാത് സുനോ എന്ന കവിതയുടെ പേരിലാണ് ഇമ്രാനെതിരെ ഗുജറാത്ത് പോലീസ്
കേസ് രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്ന തരത്തിലുള്ള ഗാനമാണ് ഇമ്രാൻ പങ്കുവച്ചതെന്നായിരുന്നു ആരോപണം. കോൺഗ്രസ് എംപിക്കെതിരെ നടപടിയെടുക്കാൻ BJP ഭരിക്കുന്ന ഗുജറാത്തിലെ പോലീസ് അമിതാവേശം കാണിച്ചുവെന്നും സുപ്രീം കോടതി ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഖിയും ഉജ്വൽ ഭുയാനും നിരീക്ഷിച്ചു. സംസ്ഥാനത്തിന് മേലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് യുക്തിസഹമായ കാര്യങ്ങൾക്ക് വേണ്ടിയാകണമെന്നും കോടതി പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിൽ അഭിപ്രായം പറയാനും അതിനെ എതിർക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പരമോന്നത കോടതി ചിലർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു ക്ലാസ് കൂടിയാണ് എടുത്തത്. ഇത്തരത്തിലാണ് കോടതിയുടെ ആ വാക്കുകൾ. വ്യക്തികളോ വ്യക്തികളുടെ കൂട്ടമോ സ്വതന്ത്രമായ ചിന്തകളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നത് ആരോഗ്യകരമായ ഒരു പരിഷ്കൃത സമൂഹത്തിൽ അവിഭാജ്യ ഘടകമാണ്. ചിന്തകളുടെയും കാഴ്ചപ്പാടുകളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലാതെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഉറപ്പു നൽകുന്ന മാന്യമായ ജീവിതം നയിക്കുക അസാധ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിൽ ഒരു വ്യക്തിയോ വ്യക്തികളുടെ കൂട്ടമോ പ്രകടിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളെയോ ചിന്തകളെയോ നേരിടേണ്ടത് മറ്റൊരു ആശയം പ്രകടിപ്പിച്ചുകൊണ്ടാവണം. ഒരാൾ പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന അഭിപ്രായങ്ങൾ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ആ വ്യക്തിയുടെ അവകാശത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം. കവിത, നാടകം, സിനിമ, ആക്ഷേപഹാസ്യം, കല എന്നിവയുൾപ്പെടെയുള്ള സാഹിത്യങ്ങൾ മനുഷ്യജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നടപ്പിലാക്കാനും കോടതികൾ ബാധ്യസ്ഥരാണ്. ചിലപ്പോൾ ജഡ്ജിമാരായ നമുക്ക് പോലും ഒരാൾ സംസാരിക്കുന്നതോ എഴുതുന്നതോ ആയ വാക്കുകൾ ഇഷ്ടപ്പെട്ടേക്കില്ല. പക്ഷേ ആർട്ടിക്കിൾ 19 സെക്ഷൻ 1 പ്രകാരമുള്ള മൗലികാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭരണഘടനയും അതത് ആദർശങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യതയും ജഡ്ജിമാരായ നമുക്കുണ്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടപെടേണ്ടത് കോടതിയുടെ കടമയാണ്. പ്രത്യേകിച്ച് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ എല്ലാ കരുത്തോടെയും സംരക്ഷിക്കാൻ ഭരണഘടനാ കോടതികൾ മുൻപന്തിയിൽ നിൽക്കണം. എല്ലാ ലിബറൽ ഭരണഘടനാ ജനാധിപത്യത്തിലും പൗരന്മാർക്ക് ഉണ്ടായിരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമായ സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉൾപ്പെടുന്ന മൗലികാവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നതിലേക്കായിരിക്കണം കോടതികൾ ഏറ്റവും കഠിനാധ്വാനം ചെയ്യേണ്ടത്. ഭരണഘടനയും ഭരണഘടനയുടെ ആദർശങ്ങളും ചവിട്ടിമെതിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് കോടതിയുടെ കടമയാണ്.